പപ്പിക്കുട്ടനെ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കൂട്ടിന്ന് കഴിച്ചാൽ. ഒന്നെങ്കിൽ നമ്മൾ ലീഷ് എടുക്കുന്നുണ്ടെങ്കിൽ ലീഷ് എടുത്ത് അവൻ്റെ കഴുത്തിലിടുന്നതിനും വരെ പുള്ളി വന്ന് നിൽക്കും. അവിടെ വന്നിരിക്കാനോ ഒന്നും പറയണ്ട, എല്ലാം പുള്ളിക്കറിയാം. ഇപ്പോൾ ശീലമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ലീഷില്ല അവനോട് പൊക്കോളാൻ പറയുവാണെന്നുണ്ടെങ്കിൽ അവൻ പൊക്കോളും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്ത് പുള്ളിക്ക് ഇപ്പോൾ അതൊരു ശീലമായി. പണ്ടത്തെ അവൻ്റെ ട്രെയിനിങ് വീഡിയോകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇങ്ങനെയൊന്ന് ആക്കിയെന്നുള്ളത്. ഡെയിലി അഴിച്ചുകൊണ്ട് പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയാതെ തന്നെ അവന് ശീലമായി. പിന്നെ നമ്മുടെ കുളത്തിലെ മീനിനൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ. മഴക്കാലമൊക്കെ തീർന്ന മഴയൊന്നുമില്ല. അപ്പോൾ നല്ല വേനലായി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വെള്ളം മാറാനുള്ള സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ മാറി. പെട്ടെന്ന് ഈ വെള്ളം പെട്ടെന്നായിരിക്കും ഇനിയിപ്പോൾ ചള്ളാകുക മഴയില്ലാത്തതുകൊണ്ടേ. വേനൽക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പോത്തോട്ടന്മാരുടെ തീറ്റയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. വേനൽക്കാലത്ത് നമുക്കിപ്പോൾ കച്ചിയൊന്നും കിട്ടാനില്ല. കാരണം മഴ താമസിച്ച് നിന്നുകൊണ്ട് പലയിടത്തും ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ കച്ചി പോത്തുകൂട്ടന്മാർക്ക് വേണ്ടി അന്വേഷിച്ചിട്ട് ഒരിടത്തും കിട്ടാനില്ല. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ തീറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പോയ ഫാം വിസിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു ചേട്ടൻ കണ്ടത്തിൽ നിന്ന് കച്ചി എടുത്തുകൊണ്ട് വരുന്നത് കണ്ടത്. അവിടെ നേരത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇച്ചിരി കച്ചി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്കില്ല, പുള്ളിയുടെ വേറൊരു സാധനമുണ്ട്, സൈലേജ് എന്ന് പറയുമെന്ന്. അപ്പോൾ എനിക്കിത് കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലായില്ല. എന്തായാലും പുള്ളിയുടെ ഫാമിലോട്ട് വേണ്ടി എടുത്തു വെച്ചിരുന്ന സൈലേജിൽ നിന്ന് 2 ബണ്ടിൽ നമുക്ക് തന്നു. സൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പുല്ല് പുളിപ്പിച്ച് ദീർഘനാളത്തേക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കൊണ്ട് റാപ്പ് ചെയ്തോ ഒക്കെ നമുക്ക് വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ആ ഷുഗർ കണ്ടൻറ്റ് ഇവർ കളഞ്ഞിട്ട് സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ടാണ് ഇത് ചീഞ്ഞു പോകാത്തത് എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളോട് പരീക്ഷിച്ചിട്ട് നല്ല എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ ഈ ആടോ പശുവോ പോത്തോ ഒക്കെ ഉണ്ട്, തീറ്റയൊന്നുമില്ല, പറമ്പിൽ നമ്മുടെ ഇവിടെയൊക്കെ പുല്ലൊക്കെ ആകെ കരിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് അന്വേഷിച്ചാൽ പലയിടത്തും കിട്ടാനുണ്ട്. ഇന്ത്യ മാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബൾക്കായിട്ട് നമുക്ക് ഇറക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇതുപോലുള്ള ഫാമുകാരുടെ അടുത്ത് ചോദിക്കുക, പെട്ടെന്ന് നമുക്ക് സാധനം കിട്ടും. അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പച്ചപ്പുല്ല് തിന്നുന്ന രീതിയിൽ തിന്നാനും എളുപ്പമുണ്ട്. കച്ചി കൊടുക്കുന്നതിനെ കഴിഞ്ഞും എഫക്റ്റീവാണ് സാധനം. എന്തായാലും നമ്മുടെ പോത്തുകൂട്ടന്മാർ കുഴപ്പമില്ല, മാളും കുട്ടപ്പായും തിന്നുന്നുണ്ട്. അവർക്ക് ആദ്യം ഒന്ന് മടി കാണിച്ചെങ്കിലും ഇപ്പം നല്ല സുഖമായിട്ട് തിന്നുന്നുണ്ട്. ഇന്നില്ലെങ്കിൽ കാശ് പോയി. അവൻ തിന്നുന്നുണ്ട്. ഓക്കെ, സക്സസ് ആണ്. നമ്മുടെ ചോളം ഞുറുക്കി പൊടിച്ച് കംപ്രസ് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനം തിന്നുന്നുണ്ട്. ഇല്ല, ഇത് ഒരു ബണ്ടിലിന് 350 രൂപയാണേ. ഒരു ബണ്ടിലാണ്ട് 40 കിലോ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് മതി ഒരു നേരം കൊടുക്കാം. ഒരു തരി പോലും വേസ്റ്റ് ഇല്ലാണ്ട് അവർ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളോട്ടൊന്ന് പറഞ്ഞേക്കാൻ കരുതി. കാരണം എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വേനൽക്കാലത്ത് കച്ചി മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പിന്നെ ചക്ക കാര്യങ്ങളെല്ലാം. ഈ പ്രാവശ്യം ചക്കയില്ല. അപ്പോൾ അങ്ങനെ പെട്ടിരുന്ന സമയത്താണ് വഴിയിൽ വെച്ച് യാദൃശ്യമായിട്ട് കണ്ട ആ ചേട്ടൻ ഇങ്ങനൊരു സംഭവം നമ്മളെ പരിചയപ്പെടുത്തിയത്. എന്തായാലും ആ ചേട്ടൻ ഒത്തിരി നന്ദി. പുള്ളിക്കാരൻ ഒരു അടിപൊളി ഫാമുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ ആ ഒരു വീഡിയോ വരും. അതായത് നാടൻ പശുക്കൾ മാത്രമുള്ളൊരു ഫാം. നമ്മുടെ ഇന്ത്യയിലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പല നാടൻ പശുക്കളെയും അദ്ദേഹം ഫാമിലുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാനുള്ളൊരു നല്ല കാഴ്ചയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഉടനെ നമ്മുടെ ചാനൽ വഴി നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും. ഈ സൈലേജ് ചോളം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കാലിത്തീറ്റയുടെ എഫക്റ്റീവ് ഉണ്ട് താനും. പച്ചപ്പുല്ല് തിന്നുന്ന സുഖം അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇതൊന്ന് പറയാനായിട്ട് വന്നതാണ്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ. പയ്യെ അവിടെ അങ്ങോട്ട് പയ്യെ
കൂടി കയറിക്കോ.